നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന മോഡൽ ഫ്രോങ്സിൻ്റെ ഡെൽറ്റ മാനുവൽ മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഫ്രോങ്സിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 2023 മാരുതിയുടെ ഒരു ക്രോസ് ഓവർ സെഗ്മെന്റിലേക്ക് ലോഞ്ച് ചെയ്തൊരു വാഹനമാണ്. ഹാച്ച് ബാക്കിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ഒരു ക്രോസ് ഓവർ, അതൊരു SUV സ്റ്റാൻഡ്സോട് വരുന്നതുകൊണ്ടാണ് ഒരു ക്രോസ് ഓവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ലോഞ്ച് ചെയ്ത് 2 വർഷം കൊണ്ട് തന്നെ 3 ലക്ഷം എന്നൊരു മൈൽ സ്റ്റോൺ കൂടി മാരുതിക്ക് സമ്മാനിച്ച ഒരു മോഡലും കൂടിയാണ് മാരുതി ഈ ഫ്രോങ്സ്. ഡുവൽ ടോൺ ഫിനിഷോട് കൂടിയുള്ള വലിയൊരു ബമ്പർ സെറ്റപ്പാണ് ഫ്രോങ്സിന് മാരുതി നൽകിയിരിക്കുന്നത്. അതും താഴത്തായിട്ട് നമുക്കൊരു അലുമിനിയം ഫിനിഷോടെ സ്കിപ്പ് പ്ലേറ്റ്സ് കാണാം. ഒരു വലിയൊരു ഗ്രില്ല്, അതും മാറ്റ് ഫിനിഷോടുള്ള ഗ്രില്ലാണ് മാരുതി നൽകിയത്. അതിൻ്റെ സെൻറ്ററായിട്ട് തന്നെ ഒരു സുസുക്കിയുടെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. അതിൽ അതിൽ ക്രോം എലമെന്റ് നമുക്ക് അതിൽ പാർക്ക് ലാമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. പാർക്ക് ലാമ്പിനോട് അനുബന്ധിച്ച് തന്നെ ഒരു ഹാലജൻ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട്. ബമ്പറിന്റെ സെന്ററിൽ 2 സൈഡിലായിട്ടാണ് ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. അതും ബൈ ഫംഗ്ഷൻ ആയിട്ടുള്ള പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നൽകിയിരിക്കുന്നത്. മാരുതി നെക്സയുടെ പുതിയ ഡിസൈൻ ഫിലോസഫി അനുസരിച്ചാണ് ഈ വാഹനങ്ങളെല്ലാം ഈ ഒരു പുതിയ ഷേപ്പിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബമ്പർ കാര്യങ്ങളെല്ലാം പഴയ പോലെ താഴത്തായിട്ടുള്ള കുറച്ചുകൂടി കയറിയ ടൈപ്പാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബോണറ്റ് ബാക്കിലേക്ക് കുറച്ചുകൂടി കയറിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഗുണം ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഇമ്പാക്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ബോണറ്റ് പെട്ടെന്ന് ഒരു എഫക്ട് ചെയ്യില്ല. കാരണം അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ബമ്പർ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിൽ തന്നെ നിൽക്കുന്നതാണ്. 1197 cc ഇൻലൈൻ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ തന്നെ CNG ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് മാനുവൽ പെട്രോൾ എഞ്ചിനാണ്. ഈ വാഹനത്തിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് വരുമ്പോൾ 90 PS അതുപോലെ തന്നെ 113 തന്നെ ടോർക്കാണ് പെട്രോൾ എഞ്ചിന് നൽകുന്നത്. 78 PS അതുപോലെ തന്നെ 99 ടോർക്കാണ് CNGയുടെ മോഡലിലേക്ക് വരുമ്പോൾ നൽകുന്നത്. ആൻഡ് ഈ എഞ്ചിൻ മെയ്റ്റ് ചെയ്തിരിക്കുന്നത് 5 സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ AMT മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആൻഡ് ഇലക്ട്രിക്കലി ഫോർഡബിൾ ആയിട്ടുള്ള ഒരു വാറുമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ LED ബ്ലിങ്കേഴ്സും വരുന്നുണ്ട്. 195, 60, 16 ആണ് ഈ വാഹനത്തിന്റെ വീൽ സൈസ് വരുന്നത് ഈ ഡെൽറ്റ വേരിയന്റിൽ. അതിൽ തന്നെ നമുക്കൊരു ഗ്രേ ഫിനിഷോടുള്ള ഒരു വീൽ കവേഴ്സും വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറിൽ നിന്ന് തുടങ്ങി ബാക്ക് ബമ്പർ വരെ അവസാനിക്കുന്ന രീതിയിൽ വീൽ ആർച്ചും അതുപോലെ തന്നെ സൈഡിലെ ക്ലാഡിങ്സും ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഷാർഫിൻ്റെ ആൻറ്റിനും അതുപോലെ തന്നെ ഒരു നോൺ ഫംഗ്ഷനായിട്ടുള്ള മാറ്റ് ഫിനിഷ് റൂഫ് റെയിലും ഈ ഒരു ഡെൽറ്റ വേരിയന്റിൽ നൽകിയിട്ടുണ്ട്. ഇനി വാഹനത്തിന്റെ ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 3995 mm ആണ് ഓവറോൾ ലെങ്ത് വരുന്നത്. അതുപോലെ തന്നെ 2520 mm ആണ് വീൽ ബേസും. അതിന് 190 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നത്. അതിന്റെ ഓവറോൾ ഹൈറ്റ് വരുമ്പോൾ 1550 mm ആണ് വരുന്നത്. അതിന് വാഹനത്തിന്റെ വിഡ്ത്ത് വരുമ്പോൾ 1765 mm നൽകിയിട്ടുണ്ട്. മൾട്ടി കളേഴ്സോട് കൂടിയുള്ള ഒരു ഇന്റീരിയർ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതായത് ബർഗണ്ടി കളർ വരുന്നുണ്ട്, ഒരു ലൈറ്റ് ഗ്രേ ഫിനിഷ് വരുന്നുണ്ട്, ആൻഡ് ഒരു ബ്രൗൺ ഫിനിഷ് അതുപോലെ തന്നെ ബ്ലാക്ക് ഫിനിഷും ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ഡുവൽ ടോണിൽ വരുന്ന ഒരു ബക്കറ്റ് ടൈപ്പ് ഫാബ്രിക് സീറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഷോൾഡർ സപ്പോർട്ട് അതുപോലെ തന്നെ തൈ സപ്പോർട്ട് അതുപോലെ തന്നെ ലബർ സപ്പോർട്ട് എല്ലാം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു നല്ലൊരു സീറ്റാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും വരുന്നത്. 3 പാസഞ്ചേഴ്സിനും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, അതും അഡ്ജസ്റ്റബിൾ ടൈപ്പ് തന്നെ നൽകിയിരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കി പറഞ്ഞാൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. വിത്ത് ELR ഫംഗ്ഷനും അവൈലബിൾ ആണ്. ഡുവൽ ടോണോട് കൂടിയിട്ടുള്ള ഒരു ഡോർ പാഡാണ് ഈ ഒരു വേരിയന്റിലും നൽകിയിരിക്കുന്നത്. ആൻഡ് ആംബ്രസ്റ്റിന്റെ ഭാഗത്ത് ഒരു ഫാബ്രിക് സപ്പോർട്ടും വരുന്നുണ്ട്. മാഗസിൻ ഹോൾഡറും അതിന്റെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വേരിയന്റിൽ അവൈലബിൾ ആണ്. AC വെന്റ്സിന് ചുറ്റും ഒരു കാർബൺ ഫൈബറിന്റെ ഫിനിഷ് കാര്യം കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് ലൈറ്റ് ഗ്രേ ഫിനിഷും അതൊരു ബ്രൗൺ ഫിനിഷും നമുക്ക് കാണാം. പിന്നെ സാമാന്യം തറക്കായിട്ടുള്ള അതൊരു വലിയൊരു ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് AC വരുമ്പോൾ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് നൽകിയിരിക്കുന്നത്. അതിന് ഒരു ഗ്ലോസ് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 12 വോൾട്ട് സോക്കറ്റും അതുപോലെ തന്നെ USB ഒരു ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും അതുപോലെ തന്നെ എന്തെങ്കിലും ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഗ്ലോസ് ഫിനിഷും അതുപോലെ തന്നെ ക്രോം എലമെന്റ്സും എല്ലാം അടങ്ങിയ ഒരു മാറ്റ് ഫിനിഷോടുള്ള ഗിയർ ലിവർ ആണ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ കൺസോളിന്റെ പിന്നിലായിട്ട് ചെറിയൊരു സ്പേസും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. 4 സ്പീക്കേഴ്സോട് കൂടിയുള്ള അത്യാവശ്യം ബേസ് എഫക്റ്റ് കിട്ടുന്ന 7 ഇഞ്ചിന്റെ ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യമൊന്നും ഈ ഒരു ട്രിമ്മിൽ നമുക്ക് അവൈലബിൾ അല്ല. മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡേ ആൻഡ് നൈറ്റ് IR ആണ് ഈ ഒരു ട്രിമ്മിൽ നൽകിയിരിക്കുന്നത്. അതിന്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ക്യാബിൻ ലാംപ്സ് വരുന്നത്, അതായത് ഇൻഡിവിജ്വലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. അതിന്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഡോർ ലാംപ്സും നൽകിയിട്ടുണ്ട്. കോ ഡ്രൈവറിന്റെ സൺവൈസറിലായിട്ട് നമുക്കൊരു വാനിറ്റി മിററും അവൈലബിൾ ആണ്. റിയർ പാസഞ്ചറിന്റെ ഡോറിലായിട്ട് നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡറാണ് വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ ചെറിയതായിട്ട് എന്തെങ്കിലും വാലറ്റ് കാര്യങ്ങൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന്റെ സെയിം ഫ്രണ്ടിൽ കണ്ടുപോലെ തന്നെ ഫാബ്രിക് സപ്പോർട്ടും നമുക്ക് ഇതിൽ വരുന്നുണ്ട് ആംറസ്റ്റിനായിട്ട്. അതിന്റെ സീറ്റ്സിലേക്ക് വരുമ്പോൾ ബാക്കിൽ തരക്കേടില്ലാത്ത സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒരുപാട് നമുക്ക് തൈ സപ്പോർട്ട് പ്രതീക്ഷിക്കരുത്, അത്രയൊന്നും നൽകുന്നില്ല. അതിന്റെ ഫ്ലാറ്റ് ആയിട്ടുള്ള വളരെ വിസ്താരമുള്ള ഒരു ബാക്ക് സീറ്റാണ് നൽകിയിരിക്കുന്നത്. നേരത്തെ കാണിച്ച പോലെ 3 ഹെഡ് റെസ്റ്റും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. സീറ്റ് ബെൽറ്റ്സ് എല്ലാം 3 പോയിന്റ് ആണ് വരുന്നത്. അത് വിത്ത് ELR ആണ് വരുന്നത്. ബാക്കിലായിട്ട് നമുക്കൊരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. മാരുതിയുടെ ഓൾമോസ്റ്റ് എല്ലാ വാഹനങ്ങളും സെൻട്രൽ ടേണിൽ അത്യാവശ്യം റേസ്ഡ് ആയിരിക്കും. ഇതുവരെയും അത് ഒരു ലെവൽ ചെയ്യുന്ന ഫ്ലാറ്റ് ആയിട്ട് രീതിയിൽ ഇവർ ഇതിനും നിർമ്മിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതിൻ്റെ അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ബാക്ക് സീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് ഒരു 5'9" ആണ്. എന്നിട്ട് പോലും ഇത്രയും സ്പേസ്, ഒരു 3 ഇഞ്ചിന് മേളിൽ സ്പേസ് കൂടെ നമുക്ക് നൽകുന്നുണ്ട്. ISOFIX ആംഗ്രേജ് ഫെസിലിറ്റിയോട് കൂടിയുള്ള 60/40 സ്പീഡ് സീറ്റാണ് ഈ വാഹനത്തിന് പിൻ സീറ്റ് നൽകിയിരിക്കുന്നത്. അതിന് 37 ലിറ്റർ ആണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. റിയർ സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈലാം യൂണിറ്റ് ആണ് വരുന്നത്. ബട്ട് സെൻട്രൽ യൂണിറ്റ് നമുക്ക് ലൈറ്റ് അപ്പ് ആവുന്നതല്ല, അതായത് പ്രകാശിക്കുന്ന രീതിയിലല്ല വരുന്നത്. നമുക്ക് ഈ കാണുന്ന 3 ലൈറ്റ്സ് മാത്രമാണ് തെളിയുന്നതേ ഉള്ളൂ. മുൻവശത്ത് കണ്ട പോലെ തന്നെ ഡുവൽ ടോൺ ഫിനിഷോടുള്ള ബമ്പറാണ് നൽകിയിരിക്കുന്നത്. ബാക്കിലായിട്ട് ഒരു അലുമിനിയം ഫിനിഷോടുള്ള സ്കിപ്പ് പ്ലേറ്റ്സ് നൽകിയിട്ടുണ്ട്. 308 ലിറ്റർ ബോട്ട് സ്പേസ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിന്റെ സ്പെയർ വീല് നമുക്ക് ഫ്രണ്ടിൽ കണ്ട അതേ സെയിം സ്പെക് തന്നെയാണ് വരുന്നത്, വിത്ത് സ്റ്റീൽ വീലാണ് നൽകുന്നത്. അതിന് വാഹനത്തിന് സൈഡിലായിട്ടാണ് നമുക്ക് ജാക്ക് കാര്യങ്ങളെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേയും അവൈലബിൾ ആണ്. ഡിഫോഗറോട് കൂടിയിട്ടുള്ള റിയർ വിൻഷീൽഡാണ് വരുന്നത്. അതുപോലെ തന്നെ സ്പോയിലറിലായിട്ട് ഒരു ഹൈമോൺ LED സ്റ്റോപ്പിംഗ് ലാമ്പും ഈ ഒരു ട്രിമ്മിൽ നൽകിയിട്ടുണ്ട്.
ഫോർവേഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവർ സീറ്റാണ് വാഹനം നൽകിയിരിക്കുന്നത്. അതായത് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല, റിക്ലൈൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും ഓപ്ഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ. ബലേനയിൽ കണ്ട അതേ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. കുറച്ച് വലുപ്പം കൂടിയ ഫ്ലാറ്റ് ബോട്ടം ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് നൽകിയിരിക്കുന്നത്. സെൻട്രലായിട്ട് ക്രോം ഫിനിഷും അതുപോലെ തന്നെ രണ്ട് സൈഡിലായിട്ട് അലുമിനിയം ഫിനിഷും കൊടുത്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസ് വരുന്നുണ്ട്. ഫോൺ നമുക്ക് ബ്ലൂടൂത്ത് വഴി കാറിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താൽ കോൾസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസിനുള്ള സ്വിച്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിന് താഴെയായിട്ട് നമുക്ക് തേർഡ് സ്വിച്ച് വരുന്നത് വോയിസ് കമാൻഡിനുള്ള ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ടിൽറ്റബിൾ ടൈപ്പാണ് സ്റ്റിയറിംഗ് ഇതിൽ നൽകിയിരിക്കുന്നത്. ക്ലസ്റ്റർ വരുമ്പോൾ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. ആൻഡ് ഡോർ പാഡിലേക്ക് വരുമ്പോൾ പവർ വിൻഡോസിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ORUവിന്റെയും അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിന്റെ സ്വിച്ചസും നൽകിയിട്ടുണ്ട്. ഡാഷ്ബോർഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ടിന്റെയും അതുപോലെ തന്നെ ട്രാക്ഷൻ, ഹെഡ് ലാമ്പ് ലെവലിംഗിന്റെ എല്ലാ സ്വിച്ചസും വരുന്നുണ്ട്. താഴെയായിട്ട് ചെറിയൊരു പോക്കറ്റ് വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ടാണ് നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാൻ അതുപോലെ തന്നെ ഫ്യൂൽ ഓപ്പൺ ചെയ്യാനുള്ള ലിവേഴ്സ് വരുന്നത്. ഫ്രോങ്സ് ഡെൽറ്റയുടെ കീ എന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. 2 കീയിലായിട്ട് നമുക്ക് റിമോട്ട്സ് കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഇനി ഒരു മോഡലിൽ എടുത്ത് പറയുന്ന സേഫ്റ്റി കാര്യങ്ങൾ നോക്കണമെങ്കിൽ 2 എയർ ബാഗ് സെറ്റപ്പാണ് ഈ വാഹനം നൽകുന്നത്. അതായത് ഡ്രൈവറിന്റെ സ്റ്റിയറിംഗിൽ വരുന്ന അതുപോലെ തന്നെ കോ ഡ്രൈവറിന്റെ ഡാഷ്ബോർഡിൽ വരുന്ന എയർ ബാഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വരുന്നുണ്ട്. അതിന്റെ സീറ്റ് ബെൽറ്റ്സ് എല്ലാം പ്രീ ടെൻഷൻ വിത്ത് ലോഡ് ലിമിറ്റേഴ്സ് ആണ് വരുന്നത്. അതിന്റെ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് എല്ലാം വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. എന്നിവയെല്ലാമാണ് ഈ വാഹനത്തിന്റെ ഒരു എടുത്ത് പറയാവുന്ന നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത്. ആൻഡ് ഈ ഒരു മോഡലിന് നമുക്ക് വാറന്റി വരുന്നത് 3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് വാറന്റി വരുന്നത്. നിങ്ങൾക്കത് 6 വർഷം അല്ലെങ്കിൽ 1,60,000 ടോട്ടൽ കിലോമീറ്ററിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിന്റെ എക്സ്ഷോറൂം പ്രൈസ് പറയുന്നുണ്ടെങ്കിൽ 8,40,500 ആണ് കൊച്ചിയും എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.